ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സർവേകൾ ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, പക്ഷേ ഇത്രയെങ്കിലും കാശ് നമുക്ക് കിട്ടുകയും ഒരുപാട് വർഷ ബാക്ക്ഗ്രൗണ്ടുമുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പണ്ട് ഇത് ക്ലിക്ക് സെൻസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് വൈ സെൻസ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ ഞാൻ കടക്കാം. അതിനു മുമ്പ് ആദ്യമായി ഞാൻ സർവേ ചെയ്തുണ്ടാക്കിയ $100 ഇന്ന് വിഡ്രോ ചെയ്ത് ആദ്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ആ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതെന്നും എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റിൻ്റെ പേര് വൈസെൻസ് എന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിലൂടെ കയറാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വൈസെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെയും കയറാം. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അതിലൂടെ കയറി രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് സർവേ ചെയ്ത് പണം സമ്പാദിച്ച എമൗണ്ട് ഞാൻ ആദ്യം വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വൈസെൻസ് അക്കൗണ്ടാണ്. ഇതിൽ $113.29 ഇതിൽ എനിക്ക് ഇപ്പോൾ ഉണ്ട്. $113.29 എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ എത്ര വരും എന്ന് നോക്കാം. ഏകദേശം 8037.46 ഇന്ത്യൻ രൂപ വരും. 8000 രൂപ അടുപ്പിച്ച് എനിക്ക് ക്രെഡിറ്റിൽ കിടക്കുകയാണ്. ബാലൻസ് ആയിട്ട് 8000 രൂപ അടുപ്പിച്ച് കിടക്കുകയാണ്. നമുക്ക് അല്ലാതെ തന്നെ ഇവിടെ ഒരു ആഡ് ഓൺ ഉണ്ട് ഈ വൈസെൻസിൻ്റെ തന്നെ. അതിൽ വെച്ച് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇന്നലെ ഞാൻ സമ്പാദിച്ചത് $0.25 ടോട്ടൽ 113 സർവേസ്. ഇനി എനിക്ക് ഒരു സർവേ കിടക്കുകയാണ്, അത് സർവേ ചെയ്യണം. ഇന്ന് 0.04 ചെയ്തത്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ബാലൻസ് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ക്യാഷ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്യാഷ് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5 രീതിയിൽ നമുക്കിതിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. പേയോനിയർ, പേയ്പാല്, റിവാർഡ് ലിങ്ക് പ്രിഫേർഡ് എന്ന് പറയുന്ന ഒരു മോഡ്, പിന്നെ സ്ക്രില്ലുണ്ട്, സ്റ്റീമുണ്ട്. ഇത്രയും രീതിയിൽ നമുക്കിതിനെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഞാൻ പേയ്പാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പേയ്പാലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പേയ്പാൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പേയ്പാലിൻ്റെ മെയിൽ ഐ ഡിയും വൈസെൻസിൻ്റെ മെയിൽ ഐ ഡിയും സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ വിഡ്രോയിൽ നടക്കുകയുള്ളൂ. സോ ഇത് ഗിഫ്റ്റ് കാർഡിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ $10 ഉണ്ട്, $25 ഉണ്ട്, $50 ഉണ്ട്, $100 ഉണ്ട്. എനിക്കിപ്പോൾ $100 മുകളിൽ ഉള്ളത് കൊണ്ട് ഞാൻ $100 അതിനുശേഷം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി കാണിക്കുകയാണ്. പേയ്പാൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് ഇൻഫോയിൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഗെറ്റ് റിവാർഡഡ് കൊടുക്കുക. അവിടെ പ്രോസസ്സിംഗ് കാണിക്കുന്നുണ്ട്. സോ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഇസ് റിക്വയർഡ്. യു മസ്റ്റ് പ്രൊസീഡ് വിത്ത് ആൻ അക്കൗണ്ട് വെരിഫിക്കേഷൻ യൂസ് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. അക്കൗണ്ട് വെരിഫിക്കേഷൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു കോഡ് വരും. അതിനാണ് ഇത് കൊടുക്കേണ്ടത്. അതിനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. കോഡ് എനിക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫോണിൽ. ഇനി ആ കോഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ താങ്ക് യു, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും ഈ 100 പേയ്പാൽ ക്യാഷ് ഞാൻ ഗെറ്റ് റിവാർഡർ കൊടുക്കുകയാണ്. യു ആർ അബൌട്ട് ടു റെഡീം ഫോർ ദ ഫോളോയിങ്. പേയ്പാൽ $100 നിങ്ങൾ വിഡ്രോ ചെയ്യാൻ പോകുന്നു എന്നുള്ള കൺഫർമേഷനാണ് ചോദിക്കുന്നത്. $100 ഡിഡക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ $100 ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ ഇന്ന് ഡിഡക്റ്റ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. സോ ഞാൻ കൺഫേം കൊടുക്കുകയാണ്. കൺഗ്രാറ്റ്സ് ഓൺ യുവർ റിഡംഷൻ എന്ന് കാണിച്ചു കഴിഞ്ഞു. അതായത് $100 ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ശരിയാണ്, ബാലൻസ് ഇനി $13 മാത്രമേ ഉള്ളൂ. $13.29 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പേയ്പാലിൽ ഇത് വന്നത് നോക്കാം. വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. കൺഗ്രാജുലേഷൻസ്, യുവർ റിഡംഷൻ റിക്വസ്റ്റ് ഫോർ എ പേയ്പാൽ $100 റിവാർഡ് ഹാസ് ബിൻ റിസീവ്ഡ് എന്നായിരിക്കും ആ മെയിൽ. ഇത് കഴിഞ്ഞ് ഇത് കണ്ടോ, പ്ലീസ് അലോ 2-3 ബിസിനസ് ഡേയ്സ്, 2-3 ബിസിനസ് ഡേയ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് ഈ കാശ് പേയ്പാലിലോട്ട് വരും എന്നാണ് കാണുന്നത്. ഇതിന് ശേഷം 2-3 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മെയിൽ ഐ ഡിക്കകത്ത് നമുക്കൊരു മെയിൽ വരും. ആ മെയിൽ പേയ്പാലിൽ ക്യാഷ് കിട്ടി എന്നുള്ളതാവും. ഇങ്ങനെ ഒരു മെയിലായിരിക്കും. ഇത് 1.5 ദിവസം കഴിഞ്ഞ് വരുന്നതാണ്. റിവാർഡ് സ്റ്റോർ ഹാസ് സെൻഡ് യു $100. പേയ്പാലിൽ നിന്ന് വന്ന മെസ്സേജാണ്. അപ്പം നമുക്ക് പേയ്പാലിൽ കാശ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വന്നിട്ടുണ്ട്. പേയ്പാൽ ബാലൻസ് ഉണ്ടോ, $100 എന്ന് കിടക്കുന്നുണ്ടോ. December 24 പേയ്മെൻറ്റ് റിസീവ്ഡ് $100. ഇനി ഇതിനെ നമുക്ക്
ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ പേയ്പാലിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണ് ആ ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ പേയ്പാലിൽ ഓട്ടോമാറ്റിക് വിഡ്രോവൽ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഈ പേയ്പാലിലോട്ട് ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനി ഓട്ടോമാറ്റിക് വിഡ്രോവലിലേക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഈ വെബ്സൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്ത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള രീതിയും ഞാൻ പറഞ്ഞു തരും. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഏകദേശം 2 ദിവസം കഴിഞ്ഞ്, അതായത് പേയ്പാലിൽ എൻ്റെ സർവേയിൽ ഞാൻ ചെയ്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ആയി. ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. ബൈ ട്രാൻസ്ഫർ NEFT നമ്പർ പേയ്പാൽ പേയ്മെൻറ്റ്സ്. ഇത് ഏകദേശം അവരുടെ സർവീസ് ചാർജും എല്ലാം പോയി 6858.99 രൂപ ഇന്ത്യൻ രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. സോ ഞാൻ ചെയ്ത ആ പ്രോസസ്സ് മൊത്തമായിട്ട് പൂർണ്ണമായിരിക്കുകയാണ്. എനിക്ക് കാശ് ഇനി എനിക്ക് ബാങ്കിൽ പോയോ ATM പോയോ എനിക്ക് കാശ് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഞാൻ ചെയ്ത് പണമുണ്ടാക്കിയതിൻ്റെ ആ ഒരു പ്രൂഫ്. ഇനി ആ സൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 25 പേര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കായിരിക്കും അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം അവർക്ക് വർക്ക് കിട്ടുന്നത്, അതായത് സർവീസ് കിട്ടുന്നത് ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നെ ദയവേത് കുറ്റപ്പെടുത്താതിരിക്കുക. ഇന്ത്യക്കാർക്ക് പൊതുവേ സർവീസ് കിട്ടുന്നത് വളരെ കുറവാണ്. അതിലും എലിജിബിലിറ്റി നോക്കും. ഓരോ എഡ്യൂക്കേഷൻ, ജോലി, അവരുടെ ഏജ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ ലിങ്കിൽ കൂടെ രജിസ്റ്റർ ചെയ്യുക. അതിനു മുന്നേ ഓൺലൈൻ സർവേ, അതായത് ഇതൊരു സർവേ സൈറ്റാണ്. സർവേ എന്താണെന്ന് ഞാൻ പറയും. വെറൊരു സർവേയിൽ പങ്കെടുക്കൂ, മാസം $1000 സമ്പാദിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരസ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ വെറുമൊരു ഫോം പൂരിപ്പിക്കൂ, ദിവസം $100 ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് OLXലും അങ്ങനെ കുറേ അഡ്വർടൈസ്മെൻറ്റ് എടുക്കാറുണ്ട്. ഇതൊക്കെ വളരെ തട്ടിപ്പുകളാണ്. ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അത്തരം സൈറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻ്റർനെറ്റിലൂടെ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരക്കാർക്ക് പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത്. പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മാൽവെയറുകളിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള വൈറസുകൾ ഇൻസ്റ്റാൾ ആവുകയും ഒക്കെയാണ് ഇത്തരം പരസ്യങ്ങളിൽ ചെന്ന് പെടുന്നവർക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധം. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ സർവേ എന്ന അറിയിപ്പോടുകൂടി തന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതേസമയം അത്യാവശ്യം പോക്കറ്റ് മണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സർവേ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ പേയ്മെന്റ് നടത്തുന്ന ഒരു സൈറ്റ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് നല്ല രീതിയിൽ പേയ്മെന്റ് നടത്തുന്ന ഒരു വെബ്സൈറ്റ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് 10-12 കൊല്ലത്തിന് മുന്നേ തന്നെ ഞാനൊക്കെ ഈ സൈറ്റിൽ വർക്ക് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം കാശ് കിട്ടുന്നത്. നിങ്ങൾക്കും വിചാരിച്ചാൽ വളരെയധികം കാശുണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് സമയമെടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതുകൊണ്ട് ഒരു കോടിപതിയാകാനൊന്നും പറ്റില്ല ഇത്തരം സൈറ്റുകൾ കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങളുടെ ജീവിത ചെലവ് കഴിഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ സർവേകൾ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും പല വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയുവാനൊക്കെ പുറമേ ഒരു സർവേ നടത്താറില്ല. അപ്പോൾ ഈ സർവേ ചെയ്തു കൊടുക്കുന്ന കമ്പനികളെ സമീപിക്കാറാണ് പതിവ്. അങ്ങനെയാണ് ഈ സർവേകൾ നമ്മുടെ കൈകളിലേക്ക്, അതായത് വീട്ടിലിരുന്ന് ചെയ്യുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ സൈറ്റാണ് Visense.com. നേരത്തെ അത് ക്ലിക്സെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ കണക്കിലെടുത്തുകൊണ്ട് പ്രൊഡിഗെ എന്ന് പറയുന്ന ഒരു കമ്പനി ഈയിടെ ഇത് വാങ്ങിക്കുകയുണ്ടായി. ഈ വൈസെൻസ് വർഷങ്ങളായി സർവേ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് വമ്പൻ ടീമുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഓൾഫിഷ്, പീനട്ട് ലാബ്സ്, അങ്ങനെ ഒരുപാട് കമ്പനികളുമായി ടൈപ്പ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് വൈസെൻസ്. ഇത് നേരത്തെ ക്ലിക്സെൻസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നേരത്തെ ചെയ്തവർക്ക് ഇത് ക്ലിക്സെൻസ് എന്നേ അറിയാവൂ. കേട്ട് കഴിഞ്ഞാൽ ഇതിൽ പെയ്ഡ് സർവേകളുണ്ട്, ക്യാഷ് ഓഫേഴ്സ് ഉണ്ട്, ഫിഗർ 8 ടാസ്ക് ഉണ്ട്, പിന്നെ റെഫറൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കാശുണ്ടാക്കാവുന്നതാണ്. ഞാനിതിൽ സർവേകൾ മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. കാര്യം ഇതൊരു സർവേ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇന്ന്
നിലവിലുള്ളതിൽ പേയ്മെൻറ്റ് നൽകുന്ന, അതായത് തട്ടിപ്പല്ലാത്ത പേയ്മെൻറ്റ് നൽകുന്ന ഒരേ ഒരു സൈറ്റാണ് ഈ വൈസെൻസ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജോയിൻ നൗ കൊടുക്കുക. ഇതാണ് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സിമ്പിൾ ഫോർമുല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ സാധാ ഒരു വെബ്സൈറ്റിലൊക്കെ ജോയിൻ ചെയ്തതുപോലെ, 2 ക്യാപ്ചയിലൊക്കെ ജോയിൻ ചെയ്തതുപോലെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്തെന്ന് നോക്കാം. ഇവിടെ മെയിൽ ID കൊടുക്കുക. ഞാൻ എൻ്റെ മെയിൽ ID കൊടുത്തു. ഇനി ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ജോയിൻ നൗ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണ്. നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. പ്ലീസ് കറക്റ്റ് ദ പാസ്വേഡ്, ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 6 to 12 ക്യാരക്ടേഴ്സ്. അതായത് പാസ്വേഡ് കൊടുക്കുന്നതിൻ്റെ ലെങ്ത് 6 മുതൽ 12 ക്യാരക്ടറിനകത്ത് നിൽക്കണമെന്നാണ്. അപ്പോൾ അതിനകത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എ വാലിഡേഷൻ ലിങ്ക് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ അഡ്രസ്. അതായത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരുന്ന, ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന മെയിൽ IDയിലേക്ക് ഒരു വാലിഡേഷൻ ലിങ്ക് അവർ സെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൽ IDയിലേക്ക് കയറിയിട്ട് ആ വാലിഡേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് കൺഫേം ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ബോക്സിലേക്ക് പോവാണ്. മെയിൽ ബോക്സിലേക്ക് പോയിട്ട് അവരൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ കണ്ടോ, കൺഫേം ഇമെയിൽ അഡ്രസ്സ്. ഇവിടെ ഈ കൺഫേം ഇമെയിൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്, അതായത് വൈസെൻസിൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ യൂസർ ID, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ യൂസർ ID ഉണ്ട്. ഇപ്പോൾ നെയിം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഇമെയിൽ ID മെമ്പർ എന്ന് തൊട്ടാണ്. ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ 26-നാണ് ഞാൻ ജോയിൻ ചെയ്തത്. സെപ്റ്റംബർ 26, 2019 അഫിലിയേറ്റ് ലിങ്ക് കൊണ്ട് എൻ്റെ എമൗണ്ട് ലൈഫ് ടൈം ടോട്ടൽ ഇപ്പോൾ ഒന്നും സർവേ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ 0 ആയിട്ടേ കാണിക്കത്തുള്ളൂ. സോ ഇങ്ങനെയാണ്, ഇത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. പെയ്ഡ് സർവേകളുണ്ട്, ക്യാഷ് ഓഫേഴ്സ് ഉണ്ട്, ഫിഗർ റേറ്റ് ടാസ്കുകളുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രൗസർ ഏതാണ്, ക്രോം ആണോ, ഫയർഫോക്സ് ആണോ, അതോ എഡ്ജ് ആണോ? മിക്കവാറും പേര് ക്രോം ആയിരിക്കും. സോ ഞാൻ ക്രോം ആണെങ്കിൽ ആ ആഡ് ഓൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ എക്സ്റ്റൻഷൻ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ ആഡ് ടു ക്രോം കൊടുക്കുക. എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. എൻ്റെ വൈസെൻസ് ആഡ് ഓൺ എൻ്റെ ക്രോം ബ്രൗസറിൽ ആഡ് ആയിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ ദിവസവും സർവേകൾ വരുന്നത് ഇതിൽ അറിയാൻ പറ്റും. നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്, എത്ര സർവേകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു സർവേ ഇതിൽ കിടക്കുകയാണ്, കണ്ടോ, 2 ടാസ്കുകളുണ്ട്. അപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ സർവേ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സർവേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിവിടെ സർവേ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സർവേയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണുന്നത്, കംപ്ലീറ്റ് സർവേസ് ആൻഡ് ഏൺ ക്യാഷ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും സർവേകൾ കിടപ്പുണ്ട്. ഈ ഓരോ ബോക്സിനകത്ത് സർവേകൾ ഒരെണ്ണത്തിന് $0.62 എന്ന് കിടപ്പുണ്ട്, ഒന്നിന് 3.26. നിങ്ങളൊരു ഇതിൽ ഏതെങ്കിലും ഒരു സർവേ എടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഡോളർ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഈ ജോലികൾ നിങ്ങൾ എപ്പോൾ ചെയ്യുന്നത് അത് വീണ്ടും വീണ്ടും ഫില്ലായിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും സർവേകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ സർവേകൾ ചെയ്യണമെങ്കിൽ ഇതിനെ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ അൺലോക്ക് സർവേ കൊടുക്കണം. ഈ അൺലോക്ക് സർവേ കൊടുത്താൽ മാത്രമേ ഇതിനകത്തുള്ള സർവേകളിൽ കയറി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അൺലോക്ക് സർവേ കൊടുക്കുക. അൺലോക്ക് സർവേ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് അൺലോക്കായി വരികയുള്ളൂ. സോ അതിന് ഒരു മോക്ക് ടെസ്റ്റാണിത്. ഈ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സർവേകൾ കിട്ടിത്തുടങ്ങുകയുള്ളൂ. സോ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ സർവേ എങ്ങനെയാണ് ഞാൻ ഈ അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വാട്ട് ഈസ് യുവർ ജെൻഡർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ മെയിൽ കൊടുക്കുക. നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ എന്ന് കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. നിങ്ങളുടെ കറക്റ്റ് വയസ്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വയസ്സ് കൊടുത്തു. ഇനി കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വേർ യു ബോൺ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതിലൊരിക്കലും കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കരുത്. ഈ സർവേ എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ടുള്ള, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ കൊടുക്കാവൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്ത് തന്നെയായിരുന്നാലും ഇത് വളരെ വർഷങ്ങൾ ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. നിങ്ങളുടെ തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ഫേക്കായിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ സർവേകൾ കിട്ടാതെ വരും, നിങ്ങളുടെ അക്കൗണ്ട് ബാനായി പോകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സത്യസന്ധമായ വിവരം തന്നെ സർവേയിൽ കൊടുക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഒരു കാരണവശാലും അത് മറന്നു പോകരുത്. ഇതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുക്കുക. അപ്പം ഞാൻ കേരളത്തിൽ നിന്ന് ഉള്ളതായതുകൊണ്ട് ഞാൻ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി കണ്ടിന്യൂ കൊടുക്കുക. ഇനി വാട്ട് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ യു ഹാവ് കംപ്ലീറ്റഡ്? നിങ്ങൾ എത്ര ലെവൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാരനായതുകൊണ്ട് ഞാൻ മാസ്റ്റേഴ്സ് എന്ന് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, മാരീഡ് ആണെങ്കിൽ മാരീഡ്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ. അത് നിങ്ങളുടെ സത്യസന്ധമായ വിവരം മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഹൗസ് ഹോൾഡ്, നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്, നിങ്ങൾ റെൻറ്റഡ് വീട്ടിലാണോ അതോ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണോ എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കൊടുത്തിരിക്കുകയാണ്. പ്ലീസ് ചൂസ് ദ ഓപ്ഷൻസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ ഹൗസ് ഹോൾഡ്. ഞാനിതിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ കണ്ടിന്യൂ കൊടുത്തു. അടുത്ത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഞാനത് കണ്ടിന്യൂ കൊടുത്തു. എംപ്ലോയ്മെൻറ്റ്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ് ആണ് ചോദിക്കുന്നത്. ജോലി ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കൊടുക്കുക, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആണെന്ന് കൊടുക്കുക, വീട്ടമ്മയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനൊരു എംപ്ലോയിഡ് ഫുൾ ടൈം ആയതുകൊണ്ട് ഞാൻ എംപ്ലോയിഡ് ഫുൾ ടൈം എന്ന് കൊടുത്തു. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇതിൽ ഏത് ഗണത്തിൽ പെടും എന്നാണ് ചോദിക്കുന്നത് അടുത്തത്. അപ്പോൾ ഞാനത് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരെണ്ണം കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് വായിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് സർവേകൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക. സോ ഇതിൽ നിങ്ങൾ ഒരിക്കലും പറ്റിപ്പ് കാണിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോബ്ലമായിട്ട് ഭാവിയിൽ മാറും. അതുകൊണ്ട് സത്യസന്ധമായ വിവരം മാത്രം കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡു യുവർ പ്രൈമറി വർക്ക് വിത്തിൻ അറ്റ് യുവർ ഓർഗനൈസേഷൻ? എനിക്ക് ആപ്റ്റായിട്ടുള്ള കൊടുത്തു. ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ് ഈ സർവേകൾ. നമ്മൾക്ക് ഇഷ്ടമുള്ളത്, നമ്മൾ PSCക്കൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമ്മൾ കൊടുത്ത് പെട്ടെന്ന് മുന്നേറിയാൽ പെട്ടെന്ന് ചെയ്തങ്ങ് പോകാവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് പോകേണ്ടത്. ഇതുപോലെ ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ സർവേ ഇവിടെ അൺലോക്കായി കിട്ടുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ ഓരോ സർവേകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, ഓരോ പ്രോഡക്ട്സിനെ കുറിച്ചും അങ്ങനെയൊക്കെ. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് ഔട്ട് കൊടുത്ത് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പേയ്പാൽ വഴി നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പേയ്പാലുണ്ട്, സ്ക്രില്ലുണ്ട്, സ്റ്റീമുണ്ട്, റിവാർഡ് ലിങ്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഒരു ഓപ്ഷനുണ്ട്. പേയ്പാലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പേയ്പാലിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ വളരെയധികം നഷ്ടമാണ് നിങ്ങൾക്ക്. തീർച്ചയായും സർവേ സൈറ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരേ ഒരു സൈറ്റ് ഈ വൈസെൻസ് ആണ്. രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ക്യാപ്ചയിൽ ഞാൻ കൊടുത്തിരുന്ന പോലെ തന്നെ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്പം തന്നെ ഡൗട്ടിനെ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഡൗട്ട് ദൂരീകരിക്കുന്നതാണ്. കേട്ടിരുന്ന എല്ലാവർക്കും